നാളികേരം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴേ വെറും എളുപ്പം നാളികേരം, തീരെ എളുപ്പം നാളികേരം കൊള്ളുകയില്ല. ഒരു മീഡിയം ടൈപ്പ്, അതായത് ചകിരി നല്ലതുപോലെ തോർന്നത്. അതേ അവസരത്തിൽ ഇത് കണ്ടമാനം ഉണക്ക നാളികേരം കൊള്ളുകയില്ല. കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് പാല് കുറവായിരിക്കും. അപ്പോൾ അത് വളരെ ചെറുതായിട്ട് വേണം ഈ നമ്മൾ തിരുമ്മി ഇടാൻ. എന്നാലേ അത് പിഴിയെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ആ പാല് നമുക്ക് കിട്ടത്തുള്ളൂ. തിരുമ്മിയ നാളികേരം മിക്സിക്കകത്തിട്ട് ചെറുതായിട്ട് നമ്മൾ ഒരു 5-8 കറക്കും. കാരണം എന്നാലേ ശരിക്ക് പിഴിഞ്ഞാലേ ഇതിൻ്റെ പാല് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ പീര ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് പാല് പൂർണ്ണമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 5-8-10 കറക്കാം. മിക്സിക്കകത്തിട്ട് കറക്കി കഴിഞ്ഞ് അത് വെള്ളം ചേർക്കാതെ വേണം. കാരണം തനിപ്പാലെടുക്കാൻ വേണ്ടിയാണ് ആദ്യം. പിന്നീട് വെള്ളം ചേർത്താലും കുഴപ്പമില്ല. ഇതിൻ്റെ തലപ്പാലെന്ന് പറയും. ആ തലപ്പാൽ ഒരു 2 തുടമെങ്കിലും നമുക്ക് കിട്ടണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇതാദ്യം ഇത് വെള്ളം ചേർക്കാതെ ഈ പിഴിഞ്ഞെടുക്കുന്നത്. അതിനുശേഷം പിന്നീട് നമുക്ക് ഒരു നാഴിയരിയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നാഴിയരിയുടെ പൊടിക്ക് അല്ലെങ്കിൽ 250 ഗ്രാം അരി പൊടിച്ചത്. അപ്പോൾ അതിന് കണക്കാക്കി എടുക്കുന്നത് ഒരു 2-3 ലിറ്റർ വെള്ളം ചേർത്ത് നമുക്ക് പിഴിഞ്ഞ് ശരിയായിട്ട് എടുക്കാം. നല്ല നാളികേരമാണെന്നുണ്ടെങ്കിൽ ഒരു നാളികേരം, പിന്നെ അതിൻ്റെ പകുതി 1.5 നാളികേരം വെള്ളത്തിൻ്റെ പാല് വേണം. നല്ല നാളികേരം. മറ്റ് നമ്മൾ ഈ വാങ്ങിക്കുന്ന പാലുകളോ ഒന്നും ചേർക്കുന്നില്ല. അല്ലെങ്കിൽ നല്ല പശുവും പാല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് ആ ജാറിനകത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് കറങ്ങുകയില്ല. കറങ്ങിയത് തന്നെ അവിടെ ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ എല്ലാം ഒരുപോലെ നമുക്ക് ചതഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടും. അടുത്ത നമ്മൾ ഈ ചതച്ച തേങ്ങാപ്പീര തലപ്പാൽ പിഴിയാൻ വേണ്ടി ഒരു പുതിയ തോർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബലമുള്ള തോർത്തായിരിക്കണം. അതിനാണ് പുതിയത്. പിന്നെ അഴുക്കൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. അതിനകത്തിട്ടിട്ട്, അല്ലാതെ കൈകൊണ്ട് ഞെക്കിയാൽ ഇതിനകത്തൊന്നും ഒട്ടും കിട്ടത്തില്ല. കാരണം ഇത് വെള്ളം ചേർക്കാത്തതാണ്. അപ്പോൾ അതിനെ ഈ തോർത്തിനകത്തിട്ട് ഞെക്കി പിഴിഞ്ഞ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഏതാണ്ട് വളരെ കുറച്ചേ ഉള്ളൂ അല്ലേ? തലപ്പാല് 100 മില്ലി കാണും. 100 മില്ലി. ഒന്നാം പാലെന്നൊക്കെ ഇതിന് പറയും അല്ലേ? ശരി. ഇനിയിപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഈ പൊടിക്ക് ഈ നാഴി അരിയുടെ അല്ലെങ്കിൽ 250 ഗ്രാം അരി, ആ അരിക്ക് എത്രമാത്രം വെള്ളം ചേർക്കാമോ അത്രയും വെള്ളം നമ്മൾ ഇതിനകത്ത് ചേർക്കും. ഈ അടുത്ത പിഴിയുന്ന പാല് അങ്ങനെ എടുക്കും. ഇത് മൂന്നാമത്തെ പാലിന് ഇത്രയും വെള്ളം ഒഴിച്ചു അല്ലേ? അതായത് രണ്ടാം പാല് നമ്മൾ ഇത്രയും ഏതാണ്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം പാല് ഒരു 750 മില്ലി അത്ര കിട്ടും. എന്നാലും നല്ല കൊഴുപ്പാണ്. നല്ല കൊഴുപ്പാണ്. എന്നിട്ട് ഇനി മൂന്നാമത്തെ പാല് 3 പാല് മൂന്നായിട്ട് പിഴിഞ്ഞെടുക്കും. അതെന്തിനാണ് അത്രയും? ഇതിന്റെ ഇത് പല ഘട്ടമായിട്ടല്ലേ ഒഴിക്കുന്നത്? പല ഘട്ടമായിട്ട്. മൂന്നാമത്തെ പാലാണ് ആദ്യം ഒഴിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പാല് അതൊന്ന് തിളച്ച് ഏതാണ്ട് യോജിച്ച് വരുന്ന അവസരത്തിൽ രണ്ടാമത്തേത് ഒഴിക്കും. പിന്നെ അതായത് നമ്മളിത് എല്ലാം ഇത് പൂർത്തിയായി ഇത് വാങ്ങാൻ നേരത്താണ് ഈ തനിപ്പാല് അല്ലെ ആദ്യത്തെ പാല് ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കലൊന്നും ഇല്ല. അപ്പോൾ ഇതൊന്ന് നന്നായി ഞെരടിയാൽ ഉള്ള ഗുണം ആ പാലിൻ്റെ അംശമുള്ളത് തേങ്ങ പീരയിലിരിക്കുന്ന പാലിൻ്റെ അംശം പൂർണ്ണമായിട്ട് എടുക്കുക.
പാലാണ്, ഇത് രണ്ടാം പാലും മൂന്നാം പാലും റെഡി. ഇനിയും നമ്മൾ ഇത് പാചകം ചെയ്ത് ഏതാണ്ട് കൊഴുപ്പ് കൂടുതലാണ്, വെള്ളം ചേർക്കേണ്ട അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പച്ചവെള്ളമോ ഒന്നും നമ്മൾ ചേർക്കാൻ പാടില്ല. അതേ ദിവസത്തിൽ തിളപ്പിച്ചാറിച്ച വെള്ളം ഈ മൂന്നാം പാലിനകത്ത് ചേർത്തുകൊണ്ടോ അല്ലെങ്കിൽ രണ്ടാം പാലിനകത്ത് ചേർത്തുകൊണ്ടോ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഒരു 3 ലിറ്റർ പാലായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം അടുത്തത് ശർക്കരയാണ്. ഇത് ഈ ഉണ്ട ശർക്കരയല്ല, നമ്മുടെ നാടൻ ഒന്നാം തരം പതിയൽ ശർക്കര എന്ന് പറയും. ഇതിന് നല്ല മണൽത്തരിയാണിത്. ഇതിങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ അറിയാം, നല്ല മണൽത്തരി എന്ന് പറയും ഇതിന്. ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിനിയും നമ്മൾ പാനിയാക്കിയിട്ട് ഇതിനകത്തെ അഴുക്ക് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളങ്ങ് കളയാൻ വേണ്ടിയാണ് ഇതൊന്ന് തിളപ്പിക്കുക എന്ന് പറയുന്നത്. നല്ലതുപോലെ തിളച്ച് കഴിയുന്ന പറഞ്ഞാൽ ഇതിൻ്റെ അഴുക്ക് മേളിൽ വരും. ആ അഴുക്കെടുത്ത് നമ്മൾ കളഞ്ഞിട്ട് അരിപ്പയ്ക്കകത്ത് അരിച്ചാണ് നമ്മളിത് എടുക്കുന്നത്. ബാക്കി അങ്ങനെ ഇത് അരിക്ക് പിന്നെ 1 കിലോ ശർക്കര ഉണ്ടിത്. പിന്നെ മധുരം പോരാതെ വല്ലതും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ശകലം പഞ്ചസാരയുടെ ചേർത്ത് കൊടുക്കും. വെള്ളം മാത്രം ചേർത്താൽ മതി, വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി ഇതൊന്ന് തിളച്ച് കിട്ടുന്നതിന് വേണ്ടി. കുറച്ച് വെള്ളം ചേർത്താൽ മതി അല്ലേ? വളരെ കുറച്ച് വെള്ളം, ഇത്രയും മതി. ഇനി ഇത് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കും. ഈ ശർക്കരയ്ക്കകത്തെ അഴുക്കാണിങ്ങി മാറ്റുന്നത്. ഇതാണ് കണ്ടോ, ഇതിങ്ങനെ നമുക്ക് ക്ലിയറായിട്ട് ഇങ്ങനെ എടുത്ത് മാറ്റാം. ഇതിനി നന്നായിട്ട് തിളച്ചു. ഇനി നമ്മളിത് അരിച്ചെടുക്കും. എത്രയും എടുക്കേണ്ടതാ, നല്ലപോലെ തിളച്ച ശർക്കരയാണ്. ദേഹത്തെങ്ങാനും വീണ് കഴിഞ്ഞാൽ അവിടെ കൊണ്ടേ പോകത്തുള്ളൂ. ഇത് അരിച്ചെടുക്കുക. ഇത് നല്ല ക്വാളിറ്റിയുള്ള ശർക്കരയായതുകൊണ്ട് ഇതിനകത്ത് കാര്യമായ അഴുക്കുകളൊന്നുമില്ല. അതേ അവസരത്തിൽ നമ്മൾ ഈ മറ്റ് പല ബ്രാൻഡുകളിലും ഒരുപാട് അഴുക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന നമുക്ക് വിശ്വാസമായിട്ട് കിട്ടുന്നതാണ്. പന്തളം ശർക്കര പോലെ തന്നെ. പ്രഥമൻ്റെ രാജാവായിട്ടുള്ള അടപ്രഥമന് എന്തെല്ലാം സാധനങ്ങളാണ് വേണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം. 1, തേങ്ങാപ്പാൽ. നേരത്തെ നമ്മൾ പാലെടുത്തത് കാണിച്ച 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് കഴിഞ്ഞ് ശർക്കര പാനിയാക്കിയത്, അഴുക്കെല്ലാം വെട്ടിക്കളഞ്ഞേച്ച് അരിച്ചെടുത്ത ശർക്കരപ്പാനി. പിന്നെ അട. അത് കഴിഞ്ഞിട്ട് ഈ അണ്ടിപ്പരിപ്പും കിസ്മസും കൂടെ നെയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തത്. ഇത്രയുമാണ്. പിന്നെ ചുക്കുപൊടി, ഏലക്കാപ്പൊടി വേണം. ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ട ഐറ്റംസ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഓടിൻ്റെ ഒരു ഉരുളി ആണ്, അതിനകത്താണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തീ കത്തിക്കാൻ പോവുക. എന്നിട്ട് ഒരല്പം നെയ്യ് ഈ ഉരുളിക്കകത്ത് ഒന്ന് ഒഴിക്കും. ഇതൊന്നും അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒക്കെയാണ് അത് ചെയ്യുന്നത്. ഉരുളി ചൂടായിട്ടില്ല, ചൂടായി കഴിഞ്ഞാൽ ഉടനെ ഒഴിക്കും. ഇതാ ഒരു ചെറിയ സ്പൂൺ നെയ്യ്. ഇത് 1 കിലോ ശർക്കരയുടെ പാനിയാണ്. തിളച്ച് വരുന്ന പരുവം നോക്കിയാണ് അട ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഇനി അട ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇതാ ശർക്കര നല്ലതുപോലെ തിളച്ചു, അടയിടുകയാണ്. ഇളക്കി എല്ലാം കൂടെ
ശർക്കരപ്പാനി മൊത്തം ഈ അടയിലങ്ങ് പിടിക്കുന്നിടം വരെ ഇതിങ്ങനെ ചെറുതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനിടയ്ക്ക് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഈ വെള്ളം വറ്റുന്നതനുസരിച്ച് വെള്ളം ഏതാണ്ട് ഒരു 90% വറ്റിക്കഴിഞ്ഞാൽ നമ്മളൊരു ലേശം നെയ്യ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. കാരണം അല്ലെന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി, 5, 6, 7 കെ ഉള്ളു. അതുകൊണ്ടാണ്. അല്ലേ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിക്കകത്ത് പൊടിച്ചെടുക്കാം. ഇത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും. ഒരു ലേശം പഞ്ചസാര അതിനകത്തോട്ട് ഇട്ടാൽ ഇതിപ്പോൾ വെള്ളം ഏതാണ്ട് 90% പറ്റി. അപ്പോൾ ഇനിയിപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടിക്ക് ശ്രദ്ധിച്ച് കൂടുതൽ പെട്ടെന്ന് ഇളക്കുകയും വേണം. ശേഷം നെയ്യ് ഒരു 2 സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ അടിക്ക് പിടിക്കാതെ ഇരിക്കാം. പിന്നെ തീയും കുറയ്ക്കണം. അതായത് വെള്ളം പൂർണ്ണമായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 3ാമത്തെ പാലൊഴിക്കും. ഇതിനി നല്ലതുപോലെ തിളയ്ക്കണം. തിളച്ച് ഈ വെള്ളത്തിൻ്റെ ഏതാണ്ട് പകുതി ഭാഗം വറ്റണം. വറ്റിക്കഴിയുന്ന പറഞ്ഞാൽ 2ാമത്തെ പാൽ ഒഴിക്കുന്നത്. അപ്പോൾ ഈ ശർക്കര അങ്ങ് ഏതാണ്ട് ഈ ശർക്കരയ്ക്കകത്ത് കിടന്ന് ഈ അടയങ്ങ് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ലൂസാകണമെന്നുണ്ടെങ്കിൽ ഈ പാലൊഴിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ അവന് ഇത് ശരിയാകത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ 2ാം പാൽ ഒഴിക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൊഴുപ്പും നിറവും എല്ലാം വരും. ഇനി ഇതൊന്ന് തിളയ്ക്കണം നന്നായിട്ട്. രണ്ടാം പാൽ ഒഴിച്ചതുകൊണ്ട് ഇത് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തീ കുറയ്ക്കാൻ പോവുകയാണ്. ഇപ്പം നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ നിറമൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും തലപ്പാലൂടെ ഒഴിക്കുന്ന പറഞ്ഞാൽ കുറച്ചുകൂടെ നിറം കിട്ടും. ഇനിയിപ്പോൾ തലപ്പാൽ ഒഴിക്കാൻ പോവുകയാണ്. കാരണം ഇപ്പം തന്നെ ഇനി ഇതൊന്നുകൂടെ കുറുകും ഇരുന്ന്. അപ്പോൾ ഇനിയും ഏലക്കാപ്പൊടി ഇട്ടു. അത് കഴിഞ്ഞിട്ട് പൊടി വളരെ കുറച്ച് മതി. ഇത്രയും ജീരകപ്പൊടി, ഇനി ചുക്കുപൊടി. ചുക്കുപൊടി ജീരകപ്പൊടിയെക്കാട്ടി കുറച്ചുകൂടെ കൂടുതൽ വേണം. അവിടെ ഈ ശർക്കരയുടെ ഒരു ഒരു തലയ്ക്ക് പിടുത്തമുണ്ട്. അതങ്ങ് മാറാൻ വേണ്ടിയാണ്. അത്രയും ചുക്കുപൊടി ഇട്ട് ശരിയായിട്ട് ഇളക്കി. തലപ്പാല ഒറിജിനൽ, യാതൊരു മായമില്ല, വെള്ളം ചേർത്തിട്ടില്ല, ഒന്നുമില്ല.
ഇനി ഇതിനകത്ത് തലപ്പാൽ, ഒന്നാം പാലിനകത്ത് ജീരകപ്പൊടിയുണ്ട്, ചുക്കുപൊടിയുണ്ട്, ഏലക്കപ്പൊടിയും ഇതെല്ലാം കൂടെ ഇട്ട് പിന്നെ ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതങ്ങ് നിർത്തുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇപ്പം നല്ല കൊഴുപ്പാണ്. ഇനി ഒന്നുകൂടെ കുറുകും ഇത്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കാം. പിന്നെ ഇതിൻ്റെ പുറത്ത് മേമ്പടിയായിട്ട് ഒരു ലേശം നെയ്യ്. അപ്പോൾ പ്രഥമൻ റെഡി. ഇനി ചെറുതായിട്ട് ആറുന്നുടനെ ചെറിയ ചൂടോടുകൂടി കുടിക്കുന്നതാണ്. പലർക്കും പല ടേസ്റ്റാണ്. ചിലർക്ക് തണുത്തിട്ട് കുടിക്കുന്നതാണ്, ചിലർക്ക് ചൂടോടെ കുടിക്കണം. അപ്പോൾ എങ്ങനെ വേണേലും ആകാം. അപ്പോൾ പ്രഥമൻ റെഡി.